ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പോയ എൻ്റെ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണണം. ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ എറണാകുളത്ത് വന്നിട്ട് പോയത് ബ്രോഡ്വേയിലേക്കാണ്. അപ്പോൾ ബ്രോഡ്വേയിലേക്ക് പോയത് തന്നെ ക്രിസ്മസ് പർച്ചേസ് നടത്താൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഞങ്ങൾ ആദ്യം തന്നെ എത്തിയത് ബ്രോഡ്വേയിലേക്കാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ വിചാരിച്ചു തിരക്ക് കുറവായിരിക്കും എന്നോർത്താണ് മുന്നോട്ട് നീങ്ങിയത്. എന്നാൽ നീങ്ങും തോറും തിരക്ക് കൂടിക്കൊണ്ടേയിരുന്നു. ഞങ്ങളൊരു ഈവനിങ് ടൈം ആയപ്പോഴാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് പർച്ചേസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പല കടയിലും പല റേറ്റാണ്. നമ്മൾ എല്ലാ കടയിലും ഒക്കെ കയറി ഇറങ്ങി മാക്സിമം കുറച്ചൊരു 3-4 കടയിലെങ്കിലും കയറി ഇറങ്ങിയതിന് ശേഷം മാത്രമേ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് തുടങ്ങാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് ചോദിക്കുന്ന സ്റ്റാറിനോ ലൈറ്റിനോ മറ്റ് സാധനങ്ങൾക്കോ അവർ മറ്റൊരു കടയിൽ ചെല്ലുമ്പോൾ അതിനേക്കാളും റേറ്റ് കുറവായിരിക്കും, ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കും. അപ്പം നമ്മൾ 3-4 മാക്സിമം കടയിൽ കയറിയതിന് ശേഷം മാത്രമേ പർച്ചേസിങ് ആരംഭിക്കാൻ പാടുള്ളൂ. അപ്പം ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്റ്റാർ ലൈറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലും മേടിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് റേറ്റ് കുറവിൽ തന്നെയാണ് മേടിക്കാൻ സാധിച്ചത്. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ക്രിസ്മസ് ടൈമിലൊക്കെ ബ്രോഡ്വേയിൽ പോകണമെന്നൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇവിടെയുള്ളവരൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബ്രോഡ്വേ പോകണമെന്ന് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ചെന്നതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് എവിടുന്ന് എടുക്കണം എങ്ങനെ എടുക്കണം എന്ന് അറിയാൻ പറ്റത്തില്ല. അതുപോലെ തിരക്കും ബഹളവും പിന്നെ ഈ കളർഫുള്ളായ ലൈറ്റും ഒക്കെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ്. എല്ലാവരും ഒരു ഈവനിങ് ടൈം വരുമ്പോഴാണ് ഒന്നുകൂടെ കാണാനായിട്ട് ഭംഗി കൂടുന്നത്. അപ്പം അവിടുന്ന് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പം തന്നെ 1 മണിക്കൂറോളം ഞങ്ങൾ പർച്ചേസ് ചെയ്തു. അപ്പം തന്നെ 6 മണിയായി കഴിഞ്ഞു. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നോർത്ത് ഞങ്ങൾ നടക്കുകയാണ്. അപ്പോൾ മെട്രോയിൽ കയറിയാണ് ഞങ്ങൾ ബസ് പിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ മെട്രോയിലേക്ക് കയറാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലാനിന് വേണ്ടി തന്നെ ആയതുകൊണ്ടാണ് ഞങ്ങൾ ബസ് യാത്ര തിരഞ്ഞെടുത്തത്. ഇപ്പോൾ കാറിനോ ബൈക്കിനോ വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം പാർക്ക് ചെയ്യാൻ പാടാണ്. മാക്സിമം ഞങ്ങൾ എറണാകുളത്തേക്കൊക്കെ പർച്ചേസിങ്ങിന് വരുവാണ് ബൈക്കിനാണ് വരാറ്. കാരണം പാർക്കിങ് വളരെ ബുദ്ധിമുട്ടായി തോന്നും. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ വന്ന് ടിക്കറ്റൊക്കെ എടുത്ത് മെട്രോയിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. എൻ്റെ ഫസ്റ്റ് ടൈം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ മെട്രോ യാത്ര. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് വാട്ടർ മെട്രോയിൽ കയറിയതിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ മെട്രോയിൽ പോയതാണ്. കാരണം പെട്ടെന്ന് സ്ഥലം കഴിഞ്ഞ് പോകുന്നു. അങ്ങനെ ഞങ്ങൾ എസ്കലേറ്ററിലൊക്കെ കയറി നേരെ മെട്രോയ്ക്കുള്ളിലേക്ക് കയറാനായിട്ട് പോവാണ്. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. കാരണം ഞങ്ങൾ തിരഞ്ഞെടുത്ത സമയം ഈവനിങ് ആയതുകൊണ്ട് തന്നെ ജോലിക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ ഇട കിട്ടിയില്ല. നിന്നാണ് ഞങ്ങൾ ആലുവ വരെ പോയത്. ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് ആലുവയ്ക്കാണ്. അവിടെ നിന്നാണ് ബസ്സിന് പറവൂർക്ക് വന്ന് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ കുറേ നേരം ഇങ്ങനെ നിന്നതിന് ശേഷം ലാസ്റ്റ് ഇരിക്കാൻ സീറ്റ് കിട്ടി. അപ്പോൾ തന്നെ സ്റ്റേഷൻ എത്താറായിരുന്നു. ഞങ്ങളുടെ സ്റ്റോപ്പ് എത്താറായതുകൊണ്ട് തന്നെ കുറച്ച് നേരം എനിക്ക് ഇരിക്കാനായിട്ട് പറ്റി. അങ്ങനെ മെട്രോയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ ബസ് പിടിച്ച് വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല. കാരണം ആകെ മൊത്തം ഹറിബറി ആയിരുന്നു. അതുകൊണ്ടൊന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. ബൈ.